ഹസ്റ്റോ റെസ്റ്റോ കഫേ. എന്താ അവിടെ പരിപാടി? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ അഞ്ജു ചേച്ചിക്ക് ഒരു സർപ്രൈസസ് ഉള്ള ഒരു ബ്രൈറ്റ് ടു ബി അറേഞ്ച്മെന്റ് ആണ് നടത്താൻ പോകുന്നത്. സർപ്രൈസ് എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം. 2 സർപ്രൈസസ് ഉണ്ട്. നമ്മൾ ഹസ്റ്റോ റെസ്റ്റോ കഫേയുള്ള അശോകപുരമുള്ള ഹസ്റ്റോ റെസ്റ്റോ കഫേയിലാണ് നമ്മൾ അറേഞ്ച്മെന്റ്സ് നടത്തുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അറേഞ്ച്മെൻറ്റ് സെറ്റ് ആക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത് ഫ്ലവറിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഫ്ലവർ ഓർഡർ ചെയ്തു. കാലിക്കറ്റ് ബ്ലൂംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലുള്ള ആൾക്കാരാണ് ഞങ്ങൾക്ക് ഫ്ലവർ എത്തിച്ച് തന്നിട്ടുള്ളത്. റോസ് ഫ്ലവേഴ്സ് ആയിരുന്നു. ആൻഡ് ദ അറേഞ്ച്മെൻറ്റ് പറയാതിരിക്കാൻ വയ്യ. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. നല്ല ഈസ്തെറ്റിക് ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ റോസ് ഫ്ലവേഴ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ റോസും കൂടെ ഒക്കെ വെച്ച് നമ്മൾ ബ്രൈറ്റ് ടു ബീൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒന്ന് കവറപ്പ്. നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ റെഡിയാണ്. വി ആർ വെയിറ്റിംഗ് ഫോർ അഞ്ജു ചേച്ചി. അപ്പോൾ നമ്മൾ അഞ്ജു ചേച്ചിക്ക് അറിയില്ല നമ്മൾ എന്താണ് പ്ലാൻ ഒന്നും അറിയില്ല. ഇതിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രം വരുന്നു. നമ്മളൊരു കഫേയിൽ നിന്ന് ഔട്ടിങ്ങിന് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ അഞ്ജു ചേച്ചിക്ക് ഡൗട്ട് ആവാതിരിക്കാൻ വേണ്ടിയിരുന്നു. അങ്ങനെ പോയി അഞ്ജു ചേച്ചി വന്നു. അങ്ങനെ ഒരു തവണ അഞ്ജു ചേച്ചി കയറിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു തിരിച്ചു പോയി ഒന്നും കൂടെ വരണം എന്ന് പറഞ്ഞപ്പോൾ അഞ്ജു ചേച്ചി ഓക്കെ അങ്ങനെയുള്ള ലെവലിലൊക്കെ തിരിച്ചു വന്നു. അപ്പോഴും ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അഞ്ജു ചേച്ചിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നുള്ളത്. പക്ഷേ അഞ്ജു ചേച്ചിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ അഞ്ജു ചേച്ചി വന്നു. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഒരു ഫ്രഞ്ച് ഫ്രൈസ് മാത്രം ഓർഡർ ചെയ്തിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് സർപ്രൈസ് വരുന്നത്. ശാന്തന ചേച്ചി വരില്ല എന്നാണ് ഞങ്ങൾ അഞ്ജു ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശാന്തന ചേച്ചിയാണ് ഫസ്റ്റ് ആയിട്ടുള്ള സർപ്രൈസ്. കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് എൻ്റെ ഞങ്ങൾ സെറ്റ് ചെയ്തു. അങ്ങനെ ശാന്തന ചേച്ചി വന്നപ്പോൾ അഞ്ജു ചേച്ചി ഫസ്റ്റ് സർപ്രൈസായി. അപ്പോൾ അങ്ങനെ അവർ കുറച്ച് സമയം ശാന്തന ചേച്ചി ഞങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരുന്നു. എന്നിട്ടാണ് നമ്മുടെ നെക്സ്റ്റ് സർപ്രൈസിലേക്ക് പോകുന്നത്. അഞ്ജു ചേച്ചീൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. സർപ്രൈസായി. ഫസ്റ്റ് തന്നെ നമ്മൾ ഓപ്പണിംഗ് ടൈമിൽ തന്നെ അഞ്ജു ചേച്ചി ഫുള്ളോട്ട് നോക്കിയപ്പോഴാണ് കാണുന്നത് വാവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അഞ്ജു ചേച്ചി കയറിയിരുന്നത്. ശരിക്കും സർപ്രൈസ് ഒരു ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ബ്രൈറ്റ് ടു ബീൻ്റെ ടാഗും തിയാരയൊക്കെ വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ശരിയാക്കി വീഡിയോസൊക്കെ എടുത്തിട്ടായിരുന്നു അവിടെ കുറച്ച് സമയം ഇങ്ങനെ നിന്നു. അപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ സെക്കൻഡ് സർപ്രൈസ് വരുന്നത്. ഗോപി ചേട്ടൻ അതായത് അഞ്ജു ചേച്ചിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ഫിയാൻസി വന്നു. അതായിരുന്നു അടുത്ത സർപ്രൈസ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫ്ലവറൊക്കെ കൊടുത്ത് അവരെ എൻട്രൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നു. അപ്പോഴും അവർ രണ്ടുപേരും ആ ഒരു എന്താ പറയുക ഞങ്ങളുടെ ഫ്രണ്ടിൽ അങ്ങനെ ഒരു സർപ്രൈസിൻ്റെ ഒരു ലെവലിൽ എത്തി നിൽക്കുന്ന ഒരു ചടപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവർ രണ്ടുപേരും എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ചേച്ചി അറിഞ്ഞിട്ട് തന്നെ ഇല്ല. പിന്നെ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ആ കേക്ക് കട്ട് ചെയ്തു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സ്ട്രോബെറി വൈറ്റ് ചോക്കോ കേക്കായിരുന്നു. അങ്ങനെ അവർ കേക്കൊക്കെ ഷെയർ ചെയ്തു. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ചേച്ചി വന്നപ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല ഇതിനായിരിക്കും വന്നത്. ഫുഡ് കഴിക്കാൻ വന്നതല്ലേ, അങ്ങനെയൊരു മൂഡിലായിരുന്നു. ബ്രൈറ്റ് ടു ബി ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഓർമ്മയില്ലായിരുന്നു. ഫോർ ദ സർപ്രൈസ്. നിങ്ങളില്ലായിരുന്നു ഞാൻ ഇത്രയും ഹാപ്പി ആവുന്നില്ല. ഈ കല്യാണത്തിൻ്റെ ടെൻഷൻ്റെ ഇടയിൽ ഇത്രയും നേരം ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ എന്തായാലും അപ്പോൾ കല്യാണത്തിന് നിങ്ങളില്ലെങ്കിൽ ഞാൻ ഹാപ്പി ആവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സീ യു സൂൺ ഗൈസ്. ബൈ.